ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ നൽകുന്നില്ലെന്നും കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നെന്നും ഇക്കാര്യത്തിൽ കേസെടുക്കാൻ കോടതി ഉത്തരവുണ്ടായിട്ടും അധികൃതർ വീഴ്ച കാണിക്കുന്നു എന്നും ആരോപിച്ച് ബാങ്കിലെ നിക്ഷേപകർ ഇരിക്കൂർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബാക്കി ഒരു 10ഓളം പേര് കോടതിയിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെ കേസിൽ ഇവിടുത്തെ കോടതി കണ്ണൂർ ജില്ലാ മജിസ്ട്രേറ്റ് കോടതി 2-ലാണ്, ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉത്തരവായിട്ടുണ്ടായിരുന്നു. 6/4 FIR രജിസ്റ്റർ ചെയ്തതാണ്. 6/4 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശേഷം ബാങ്കിലെ 2 ജീവനക്കാർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടി സെഷൻസ് കോടതിയെ സമീപിക്കേണ്ടായി. പക്ഷേ സെഷൻസ് കോടതി ആ ജാമ്യം തള്ളി. പറഞ്ഞത് ഈ ബാങ്കിൽ നടന്ന അഴിമതിയിൽ ഇവർക്ക് പങ്കില്ല എന്ന് പറയാൻ കോടതിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണസമിതിയും ജീവനക്കാരും തമ്മിൽ, സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാരും തമ്മിലുള്ള അഴിമതിയും ഗൂഢാലോചനയും പുറത്തു കൊണ്ടുവരണമെങ്കിൽ ഇവരുടെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് കോടതി നിരീക്ഷണം. അപ്പോൾ നമ്മുടെ പരാതി അതാണ്. അങ്ങനെ കോടതി നിരീക്ഷണം ഉണ്ടായിട്ടും അവരെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെ പോലീസ് തയ്യാറായിട്ടില്ല. അഴിമതി നടന്നു മനസ്സിലായത് നമുക്ക് 2025 മെയ് മാസം നമ്മൾ പണം പിൻവലിക്കാൻ പോയപ്പോഴാണ് സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് പറയുന്നത്. അപ്പോൾ സെക്രട്ടറി സ്ഥലത്തില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസം പോയി, അന്നേരം പറഞ്ഞ സെക്രട്ടറി ഇല്ലെന്ന് മാത്രമല്ല, ബാങ്കിൽ പണമില്ല, ഇവിടെ സാമ്പത്തിക തിരിമറി നടന്നിട്ടുണ്ട്, അതുകൊണ്ട് പൈസ തരാൻ പറ്റില്ല എന്ന് പറയുന്നത് അന്നേരം നമ്മളിത് അറിയുള്ളൂ. അതിന് മുമ്പേ അറിയില്ല. അന്ന് പലരും നമ്മൾ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ പരാതിയൊന്നും കൊടുക്കേണ്ട, നിങ്ങൾ പ്രശ്നം പരിഹരിച്ച് തരുമെന്നാണ് അന്ന് അവർ പറഞ്ഞത്. പക്ഷേ അതിൽ കേസൊന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല. അന്ന് ചില ഭരണസമിതിയുടെ ആൾക്കാരൊക്കെ വന്നിട്ട് അവർക്ക് എത്രയും പെട്ടെന്ന് പണം കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പരാതിയായിട്ട് മുന്നോട്ട് പോയില്ല. അപ്പോൾ സ്റ്റേഷനിൽ CI പറഞ്ഞത്, ഇൻസ്പെക്ടർ പറഞ്ഞത് അവർ പരമാവധി നോക്കുന്നുണ്ട്, പരമാവധി പ്രതികളെ അറസ്റ്റ് ചെയ്യാനും കേസിൻ്റെ വ്യാപ്തി അന്വേഷിച്ചിട്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻക്വയറി റിപ്പോർട്ട് കിട്ടിയ ഉടൻ തന്നെ അവരുടെ പേരിലുള്ള അഴിമതി എന്താണെന്ന് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ നടപടിയെടുക്കും എന്നാണ് ഇൻസ്പെക്ടർ പറഞ്ഞത്. ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെയാണ് ആരോപണം. പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്ന് നിക്ഷേപകർ പറഞ്ഞു. റിട്ടയർഡ് പ്രിൻസിപ്പലായ C. പത്മനാഭൻ ഉൾപ്പെടെയുള്ള നിക്ഷേപകരായിരുന്നു കോടതിയെ സമീപിച്ചത്. ബാങ്ക് ജീവനക്കാരും ഭരണസമിതിയും അടക്കം 6 പേരെ പ്രതി ചേർത്തായിരുന്നു പരാതി നൽകിയത്. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നുവെന്നും അതുണ്ടായില്ലെന്നും നിക്ഷേപകർ പറയുന്നു. ഇതിനിടെ ആരോപണ വിധേയരായ 2 പേർ മുൻകൂർ ജാമ്യഹർജി നൽകിയെങ്കിലും ലഭ്യമായില്ല. പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതുവരെ സമരം തുടരുമെന്നാണ് സമരസമിതി ചെയർമാൻ C. പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുന്നത്. AJNet ന്യൂസ്, ഇരിക്കൂർ.